ആദ്യം നമുക്ക് ഒരു വീഡിയോ കാണാം. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ബൈബിളിൽ തന്നെ പറയുന്നില്ല ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് എന്നാണ്. ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് മാർക്കിൽ പറയുന്നില്ല. മാർക്കിൽ 16 അധ്യായം എനിക്കൊന്ന് 8-9 അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കെല്ലാവർക്കും ഏറെ പരിചയമുള്ള ഒരു വ്യക്തിയാണ് നിരീശ്വര വിശ്വാസിയായ സി രവിചന്ദ്രൻ എന്ന സഹോദരൻ. അദ്ദേഹം സമീപകാലത്ത് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ട് സുവിശേഷങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടൊരു വീഡിയോ ചെയ്തു. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത്. അദ്ദേഹത്തിന്റെ ശ്രോതാവ് ചോദിക്കുന്ന ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാനാകില്ലല്ലോ എന്ന് ഒരു ചോദ്യം ശ്രോതാവ് ചോദിക്കുകയാണ്. അതിന് രവിചന്ദ്രൻ പറയുന്ന മറുപടി കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. എന്താണ് അദ്ദേഹം പറയുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരിക്കലും യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ പറ്റി പറയുന്നേ ഇല്ല എന്നാണ്. അതൊരു നുണയാണ്. വിശുദ്ധ മർക്കോസ് തന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ പറ്റി കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ത് എന്ന് നോക്കുക. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: അവൻ അവരോട്, ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെ ഇല്ല. നോക്കുക, പരിശുദ്ധ ബൈബിളിൽ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം വിശുദ്ധ മർക്കോസ് എത്ര കൃത്യതയോടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ടും നിരീശ്വര വിശ്വാസിയായ സി രവിചന്ദ്രൻ അവിടെ കൂടിയ മുഴുവൻ ജനത്തെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറയുകയാണ് മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ പറ്റി പറയുന്നേ ഇല്ല എന്ന്. ഇത് എത്രയോ വലിയ നുണയാണ്. ബൈബിളിനെ പറ്റി ഇങ്ങനെ നുണ പറഞ്ഞെങ്കിൽ മാത്രമേ നാസ്തിക വിശ്വാസം നിലനിൽക്കൂ എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് നാം ഇത് മനസ്സിലാക്കേണ്ടത്.